അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവരിവൺ. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള വസ്തുതയെ അടിത്തറയിടുന്നു. നമുക്കറിയാം, ഒരു സേഫ്റ്റി പിൻ പോലും സ്വന്തമായി ഉണ്ടാവുകയില്ല എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചം സ്വന്തമായി ഉണ്ടായതാണ് എന്ന് നമ്മൾ പറയുക? മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ ആ അസ്തിത്വത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മരണാനന്തരം നമുക്ക് എന്താണ് സംഭവിക്കുക? എന്താണ് ശരി, എന്താണ് തെറ്റ്? ഇവിടെ നന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഇവിടെ എവിടെയാണ് അവർക്ക് നീതിയുക്തമായ പരിഹാരം ലഭിക്കുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ പല മുൻധാരണകളും ഉണ്ടാകും. അത് വെച്ച് നമ്മൾ നന്മ തിന്മകളെ നോക്കിയാൽ നന്മ നമുക്ക് തിന്മയായും തിന്മ നമുക്ക് നന്മയായും തോന്നാം. അതുകൊണ്ടാണ് സിമോൺ ഡിബോയയ്ക്ക് പെണ്ണിനെ ആണാക്കുന്നതാണ് നല്ലതെന്നും പാവപ്പെട്ടവരെ സഹായിക്കാൻ ബൂർഷ്വാസിനെ കൊലപ്പെടുത്തുന്നതാണ് നല്ലതെന്നും കമ്മ്യൂണിസത്തിനും തോന്നിയത്. മദ്യപാനവും വ്യഭിചാരവും സുവർഗരതിയും എല്ലാം നന്മയാണെന്ന് വ്യാഖ്യാനിക്കുന്നവർക്ക് അതുമാകാം. ഓരോരുത്തർക്കും തങ്ങളുടേതായ നന്മകളെ തങ്ങളുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിൻ്റെ അനന്തരഫലം നമുക്ക് ലഭിക്കുക ഒരു 100 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. അപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ടാകാം. നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് ഈ വേൾഡിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മൾ നന്മയും തിന്മയും ചെയ്യുന്ന സമയത്ത് എന്താണ് നന്മ, എന്താണ് തിന്മ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ ഭൗതികവാദ ദർശനങ്ങൾക്ക് കഴിയുകയില്ല. മറിച്ച് അത് നമ്മുടെ സെൻസ് ഓർഗൻസിന് അപ്പുറമുള്ള ഒരു സോഴ്സിന് മാത്രമേ അതിന് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. അതിനാണ് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും നമുക്ക് വന്നിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും അവരുടെ ഉള്ളിൽ നിന്ന് വന്ന ആശയമല്ല പറയുന്നത്, മറിച്ച് പ്രപഞ്ചനാഥനിൽ നിന്ന് വെളിപാടായി വന്നിട്ടുള്ള ആശയമാണ്. അത് നമുക്ക് എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് മാത്രമേ നമ്മൾ എവിടെ നിന്ന് വന്നു എന്നും നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടതെന്നും മരണാനന്തരം എന്താണ് സംഭവിക്കുക എന്നും നമ്മൾക്ക് പറഞ്ഞു തരാൻ കഴിയുകയുള്ളൂ. മതം സമാധാനവും ശാശ്വത ജീവിതവും നമുക്ക് ഉറപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ അത് ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും എന്നതാണ് സത്യം. താങ്ക് യു. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.